വെക്കേഷൻ അടിച്ചു പൊളിച്ചതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ എല്ലാവരും സ്കൂളിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ടാവും. ഫസ്റ്റ് ഡേ മുതൽ തന്നെ ആൻസർ ഷീറ്റുകൾ കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും. ഒരുപാട് കുട്ടികൾ നമുക്ക് മെസ്സേജ് ആയിട്ടും അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിലൊക്കെ നിങ്ങളുടെ പേപ്പർ കിട്ടിയ വിശേഷങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒരു 50-60% കുട്ടികൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് അല്ല ഈ ഒരു ഓണം എക്സാമിന് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എൻ്റെ കുട്ടികൾ, നിങ്ങൾക്ക് ആൻസർ ഷീറ്റ് പലതും കിട്ടിയിട്ടുണ്ടാവും, ചിലത് കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് ഒന്ന് ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അതായത് ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്സും നിങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ചുറ്റുപാടും ഓണം എക്സാമിൻ്റെ ഒരുപാട് അനാലിസിസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ. അതിൽ മോസ്റ്റ് അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ടഫായിരുന്നു, വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് പാഠങ്ങൾ നമ്മൾ ഈ ഒരു എക്സാമിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. സോ സ്വാഭാവികമായിട്ടും ഈ ഒരു തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കുക, അത് റെക്ടിഫൈ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലേ. സോ ഈ ഒരു ഓണം എക്സാമിൻ്റെ ആൻസർ ഷീറ്റുകൾ നിങ്ങൾ കിട്ടുന്ന സമയത്ത് നമ്മൾ ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്. ഇതെന്തായാലും നിങ്ങൾ ചെയ്തിരിക്കണം. അടുത്ത എക്സാമിന് നിങ്ങൾക്ക് മാർക്സ് ഇംപ്രൂവ് ചെയ്യണം എന്നോ അതിയായ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആൻസർ ഷീറ്റുകൾ കിട്ടുമ്പോൾ മൊത്തം നിങ്ങൾക്ക് ഓരോ ആൻസർ ഷീറ്റുകൾ കിട്ടുമ്പോഴും നിങ്ങളത് അനലൈസ് ചെയ്യണം. പൊതുവെ ചെയ്യുന്ന കുട്ടികൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻസർ ഷീറ്റ് കിട്ടും, ഓക്കെ ഇത്ര മാർക്കാണ്, പിന്നെ അത് ആരെയും കാണിക്കാണ്ട് എടുത്തു വെക്കും, ഒന്ന് നോക്കുക പോലുമില്ല. പക്ഷേ എൻ്റെ കുട്ടികൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എന്താണ് വാട്ട് മെയ്ഡ് അല്ലെങ്കിൽ എന്ത് മിസ്റ്റേക്കാണ് എൻ്റെ കുട്ടികൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ ആൻസർ ഷീറ്റുകൾ കിട്ടുമ്പോൾ പല രീതിയിലായിരിക്കും. ഒന്ന്, നിങ്ങൾക്ക് ചിലപ്പോൾ ചാപ്റ്റർ നന്നായിട്ട് അറിയാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടായിരിക്കാം മാർക്ക് പോയിട്ടുണ്ടാവുക, അത് നിങ്ങൾക്കറിയാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ആൻസേഴ്സും എഴുതിയ രീതിയിലുള്ള മിസ്റ്റേക്കുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേഷനിൽ വരുത്തിയ മിസ്റ്റേക്കുകളായിരിക്കാം, സമയം കിട്ടാതെ സ്കിപ്പ് ചെയ്ത് പോയതായിരിക്കാം അല്ലേ. അപ്പോൾ എന്തുകൊണ്ടൊക്കെയാണ്, എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് മാർക്ക് പോയത്, അതെങ്ങനെയാണ് പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് അടുത്ത എക്സാമിന് നിങ്ങൾക്കത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നിങ്ങളുടെ വീക്കർ പോയിന്റ്സ് എവിടെയൊക്കെ ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അടുത്തതിന് വേണ്ടി പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട്. ആൻഡ് അടുത്ത നമ്മളുടെ ക്രിസ്മസ് എക്സാമിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ മിസ് പറഞ്ഞുതരാൻ പോവാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇനിയും വരാൻ പോകുന്നത്. ഇത് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ടും അല്ലേ, ഇനി അടുത്ത എക്സാം ആണെങ്കിലും ഫൈനൽ എക്സാം ആണെങ്കിലും എല്ലാത്തിലും ഈ ഒരു പാറ്റേൺ ആണ് നമ്മുടെ സർക്കാർ പിടിക്കാൻ വേണ്ടി പോകുന്നത്. സോ സ്വാഭാവികമായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് കോണ്ടന്റ് ക്ലാരിറ്റിയാണ്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, ഓരോ സബ്ജക്റ്റ് ആയിക്കോട്ടെ, അതിൻ്റെ ഓരോ ചാപ്റ്റേഴ്സും ഡീറ്റെയിൽഡ് ആയിട്ട് ഡീപ്പായിട്ട് എൻ്റെ കുട്ടികൾ പഠിക്കുന്നുണ്ടോ, പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ കണ്ടന്റ് നന്നായിട്ട് പഠിച്ചു, ബട്ട് അതിൽ നിന്നും ചോദ്യങ്ങൾ വരുമ്പോൾ അത് മനസ്സിലാക്കി ക്വിക്കായിട്ട് നമ്മൾ ആ സമയത്തിനുള്ളിൽ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തേ മക്കളെ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത കാര്യം, ഈ ഫസ്റ്റത്തെ പോർഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് പാർട്ട് നന്നായിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം മാക്സിമം ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് എക്സാമിന് വരിക, പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ മാത്രം പഠിച്ചു പോയിട്ടിന് കാര്യമില്ല അല്ലേ. അപ്പോൾ മാക്സിമം എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും, ഏതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും, അതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു വീക്കർ ആയിട്ടുള്ള സബ്ജക്റ്റ് ഉണ്ടായിരിക്കും അല്ലേ. ഈ ഒരു ഓണം എക്സാം എഴുതിയപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മാർക്ക് കുറഞ്ഞ സബ്ജക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏതാണോ നിങ്ങളുടെ വീക്കർ പാർട്ട്, അത് സ്ട്രോങ് ആക്കാൻ വേണ്ടി ഈ ഒരു സമയത്ത് നമ്മൾ ശ്രമിക്കണം. പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റാർട്ടിങ് സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ട് തോന്നുന്ന സബ്ജക്റ്റിന് നിങ്ങൾ കൂടുതൽ സമയം കൊടുത്ത് പഠിക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ ഉണ്ട്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കുട്ടികൾ ശ്രമിക്കുക. ആൻഡ് അടുത്ത കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ആൻസർ ഷീറ്റ്, ഒരുപാട് കുട്ടികൾക്ക് വരുന്ന ഒരു മിസ്റ്റേക്കാണ്, നിങ്ങൾ എഴുതുന്ന ആൻസർ ഷീറ്റിൽ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടാവും. എങ്ങനെയാണ് എഴുതേണ്ടത്, വാരി വലിച്ചെഴുതിയിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മൾ മാർക്കിനനുസരിച്ച് എഴുതിയിട്ടുണ്ടാവില്ല. സോ ആ ഒരു ആൻസർ ഷീറ്റ് എങ്ങനെ നമ്മൾ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളത് കൂടെ നിങ്ങൾ ഇപ്പോഴേ ചിന്തിച്ച് തുടങ്ങണം. നമ്മൾ പഠിക്കുമ്പോൾ തന്നെ, അതിൽ പരീക്ഷയുടെ അന്ന് പോയിട്ട് എഴുതുന്ന സമയത്തല്ല നമ്മൾ നോക്കേണ്ടത്, ഇപ്പോഴേ
എന്ത് ചെയ്യുക, അതിനും കൂടെയുള്ള ഒരു പ്രാക്ടീസ് നിങ്ങൾ കൊടുത്ത് മുമ്പോട്ടേക്ക് പോവുക. ആൻസേഴ്സ് എഴുതുന്ന രീതിയാണെങ്കിലും ചെറിയ ക്ലാസ് ടെസ്റ്റുകൾ വരുമ്പോൾ പോലും നിങ്ങൾ ആൻസേഴ്സ് എഴുതുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇപ്പോൾ ആൻസർ ഷീറ്റുകൾ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ചൂടുണ്ടാവും അല്ലേ. ഓക്കെ, ഇനി എനിക്ക് അടുത്തത് പഠിക്കണം, അത് ചെയ്യണം. കാരണം വീട്ടിൽ നിന്നൊക്കെ ചിലപ്പോൾ ചീത്ത കേൾക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ പാരൻസ് മീറ്റിങ്ങിന് വരുന്ന സമയത്ത് ടീച്ചേഴ്സ് അല്ലേ നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് പറയും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ചൂടുണ്ടാവും. ഓക്കെ, ഞാൻ എന്തായാലും അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കും. ബട്ട് ഒരു 2 വീക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഫയർ ഡൗൺ ആയിട്ട് പോകും. സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ബട്ട് അത് നിങ്ങൾ ആ ഒരു ഫയർ, ഇപ്പം നിങ്ങൾക്ക് പഠിക്കണം എന്ന് തോന്നുന്ന ആ ഒരു ഫയർ നിങ്ങൾ ഈ ഒരു ക്രിസ്മസ് എക്സാം വരെ കൊണ്ടുപോകാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ഒരു ഓണം എക്സാമിന് നമ്മൾ വിഷമിച്ച അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ പറ്റാണ്ട് പോയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് ആണ്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഉപയോഗപ്പെടുത്തുക. നിങ്ങൾക്കറിയാം ക്ലാസ്സുകൾ ഇപ്പോൾ യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ബാച്ചുകളിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ തന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് പ്രോപ്പറായിട്ട് ഈ കണ്ടന്റ് ക്ലാരിറ്റി വേണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ല ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എക്സാമിനറിൻ്റെ ബാച്ചുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ പുതിയ ചാപ്റ്റേഴ്സ് നമ്മളിപ്പോൾ പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. സോ ഇപ്പോഴേ നിങ്ങൾ അതിൻ്റെ ഒരു ഫ്ലോയ്ക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ റിവിഷൻ ചെയ്യാനും എല്ലാത്തിനും നിങ്ങൾക്ക് സമയം കിട്ടും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ചിന്തിച്ച് നോക്കുക. എന്നിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക. സോ നിങ്ങൾ ഈ മിസ്റ്റേക്കുകളെല്ലാം ഒന്ന് അനലൈസ് ചെയ്തിട്ട് പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യെസ് മിസ്, ഈ മിസ്റ്റേക്സ് മാറ്റി ഞങ്ങൾ റെഡിയാണ് പഠിക്കാൻ എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് നമ്മുടെ എക്സാമിനർ ബാച്ചുകളിലേക്ക് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ജോയിൻ ചെയ്ത് നന്നായിട്ട് പഠിച്ച് നല്ലൊരു മാർക്കിലേക്ക് എത്തണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക, ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.